ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി കറിയാണ്. അധികം ചേരുവകളില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു തക്കാളി തൊക്ക് അല്ലെങ്കിൽ തക്കാളി കറി നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും ചപ്പാത്തിയുടെയും എന്ന് വേണ്ട ചോറിൻ്റെ കൂടെ കഴിക്കാൻ വരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കറിക്ക് നല്ലെണ്ണയായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസ് ഒഴിച്ചു കൊടുത്താൽ മതി. കടുകും ഉഴുന്നുപരിപ്പും കൂടി നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചെറുതായിട്ടാണ് ഈ സവോളയൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നത്. സവോള ചെറുതായിട്ട് വാടുന്നത് വരെ ഒരു 2 മിനിറ്റ് നേരം വഴറ്റിക്കെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഞാനിതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ 1 മിനിറ്റ് വഴറ്റുക. ഇനി നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള 4 തക്കാളിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ തക്കാളി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ആദ്യം ഇത് കാണുമ്പോൾ നിറയെ ഉള്ളതുപോലെ തോന്നും, പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് വാടിക്കൊഴിഞ്ഞ് ഇതിൻ്റെ അളവ് കുറയുന്നതാണ്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ തവി കൊണ്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി തക്കാളിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു കുറച്ചധികം സമയം എടുക്കും. ഏകദേശം ഒരു 5 മിനിറ്റ് നേരമാവും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിക്കൊഴിഞ്ഞ് അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി തൊക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു നല്ലൊരു സൈഡ് ഡിഷാണിത്. ഇത് കൂടുതൽ അളവിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.